എന്താടാ എടി നിനക്ക് റീൽസ് എടുപ്പല്ലാതെ വേറെ ഒരു പണിയില്ലേ? നീ ഒന്ന് പോടാ കാട്ടുകോഴി. നീ പോടി പഴങ്ങഞ്ഞി. ഇന്നലെ ഏതമ്പലത്തിലായിരുന്നു നിന്റെ കളക്ഷൻ എടുപ്പ്? അതെ, ഞങ്ങൾ ആമ്പിള്ളാരാകുമ്പോ അമ്പലത്തിൽ പോയെന്നിരിക്കും, കളക്ഷൻ എടുത്തെന്നും ഇരിക്കും. എടി നീയൊക്കെ ഒരുങ്ങി ഇറങ്ങി നടക്കുന്നതന്നെ ഞങ്ങളെ കാണിക്കാനല്ലേ? ഓ പിന്നെ എന്താടി അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവും ഇല്ല. അസൂയോ? എനിക്കോ? നിന്നോടോ? ഒന്ന് പോടാ ചക്ക. എന്തേ നിനക്ക് ഇതുപോലെ രാത്രി ഇറങ്ങി നടക്കാൻ ആഗ്രഹമില്ലേ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലടാ, വീട്ടിൽ നിന്ന് സമ്മതിക്കണ്ടേ. തെച്ചിക്കോട്ടെ ഉത്സവത്തിന് ഞാൻ എന്തായാലും പോകും, അതടുത്തല്ലേ. ബെസ്റ്റ്. തെച്ചിക്കോട്ടെ ഉത്സവത്തിന് ഇനി എത്ര നാള് കിടക്കുന്നു? എടി അച്ഛൻ ഇവിടെ ഇല്ലേ? ഉണ്ടല്ലോ. എന്താ കാര്യം? എടി ആ ഷീറ്റിന്റെ കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, നീ അച്ഛനെന്ന് വിളിക്കോ? പിന്നെന്താ? അപ്പാ അപ്പാ, ദേ രാജു വിളിക്കുന്നു. ആ രാജുവോ? എന്തുണ്ടടാ? സുഖമായിട്ടിരിക്കുന്നു ചന്ദ്രേട്ടാ. മാർക്കറ്റ് ഇത്തിരി ഇടിവാകട്ടോ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നത്തിലാവും. ഓ, അല്ലേലും നമ്മള് കർഷകരുടെ നെഞ്ചത്തോട്ടല്ലേ സർക്കാർ ആപ്പ് വയ്ക്കത്തുള്ളൂ. അതെ അതെ, അതൊക്കെ പോട്ടെ. എന്തായി നിന്റെ PSC പരീക്ഷയൊക്കെ ഇത്തവണ ലിസ്റ്റിലുണ്ടാവുമോ? ഇത്തവണ ഉണ്ടാവുന്നാണ് എന്റെ പ്രതീക്ഷ. നീ നോക്ക്, എത്രയാന്ന് വെച്ചാ ഈ കൃഷിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോണേ. ഞാനും ഇതൊക്കെ പതിയെ നിർത്താൻ പോവാടാ. ആ, വരാൻ പോകുന്ന മരുമകൻ എഞ്ചിനീയർ ആണല്ലോ, പിന്നെന്തിനാ കൃഷി? ഓ, അങ്ങനെ തീരുമാനമൊന്നും ആയില്ലടാ. ഇവളെ ആരുടെയെങ്കിലും കൈ പിടിച്ച് ഏൽപ്പിക്കണ്ടേ? അച്ഛനൊന്ന് പോയേ, എനിക്ക് പഠിക്കണം. ഓ, വലിയ പഠിപ്പിച്ചിട്ട് വന്നിരിക്കുന്നു. ചന്ദ്രേട്ടാ ഞാൻ ഇറങ്ങാണേ. ആ ആയിക്കോട്ടെ. സിന്ധു, എടി സിന്ധു, ഇതൊന്ന് അകത്തേക്ക് വെച്ചേടി. ഓ, ഇത് കഴിഞ്ഞ മാസത്തേക്കാൾ കുറവാണല്ലോ. എന്നാ പറയാനാ, മാർക്കറ്റൊക്കെ ഇപ്പൊ വലിയ ഇടിവാന്നേ. ആ മോളെ, എന്താ നിന്റെ തീരുമാനം? കല്യാണത്തിന്റെ കാര്യമാണെങ്കിൽ എനിക്കിപ്പോ വേണ്ടച്ചാ. ഓ, അങ്ങനെ പറയാതെ. അപ്പനവർക്ക് വാക്ക് കൊടുത്തു പോയില്ലേ? എന്നോട് ചോദിക്കാതെ എന്റെ ജീവിതം വെച്ച് വാക്ക് പറയാൻ അപ്പനോട് ആരാ പറഞ്ഞേ? അത് ശരി, നീ എന്താ അച്ഛനോട് തർക്കുത്തരം പറയുവാണോ? ഞാൻ അന്നേരമേ ഇങ്ങോട്ട് പറഞ്ഞതാ ഇവളെ പുറത്ത് വിട്ടൊന്നും പഠിപ്പിക്കണ്ടെന്ന്. 4 അക്ഷരം പഠിച്ചതിന്റെ അഹങ്കാരമാ പെണ്ണിന്. അമ്മ പറയുന്നൊന്നും നീ കാര്യമാക്കണ്ട, അവളുടെ ദണ്ണം കൊണ്ട് പറഞ്ഞു പോകുന്നതാ. പെമ്മക്കള് പ്രായമാവുമ്പോളേ മാതാപിതാക്കളുടെ നെഞ്ചി തീയ. അച്ഛാ, എനിക്ക് പഠിക്കണം, നല്ല ജോലി നോക്കണം, സ്വന്തം കാലിൽ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് മതിയല്ല. മോളെ, വിവാഹം കഴിച്ചാലും പഠിക്കാലോ നിനക്ക്. അവര് നല്ല കൂട്ടരാ, അവര് നിന്നെ പഠിപ്പിച്ചോളൂ. ഇല്ലമ്മേ, ഇത് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാ. അവസാനം അവരുടെ വിധ മാറും. എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യം വേണം. സ്ത്രീക്ക് ആദ്യം വേണ്ടത് സ്വാതന്ത്ര്യമല്ല, സുരക്ഷിതത്വമാണ്. സീതേ, രാമനില്ലെങ്കിൽ നീ സകല രാവണന്മാരുടെയും ഇരയാവും. ഓർമ്മയില്ലേ ആ രാമായണകാലം? ഇടിമുഴക്കമുള്ള ആ ദിവസം സീതയെ ആ രാക്ഷസക്കോട്ടയിലേക്കാണ് അവൻ തട്ടിക്കൊണ്ടുപോയത്. മങ്ങിയ അരണ്ട വെളിച്ചത്തിൽ തെളിഞ്ഞു വരുന്ന കുറെ രാക്ഷസ രൂപങ്ങൾ. രക്തക്കൊതിയന്മാരും ശവന്തീനികളുമായ രാക്ഷസന്മാര്. അത് കാടായിരുന്നില്ല, പ്രേതാത്മാക്കൾ വസിക്കുന്ന രാക്ഷസക്കോട്ട. അവൻ അത്രയ്ക്ക് ക്രൂരനായിരുന്നു. ആണെന്നോ പെണ്ണെന്നോ വേർതിരിവില്ലാത്തവൻ. അവന് പെണ്ണിന്റെ ഉടലും ഉയിരും വേണമായിരുന്നു. അവർക്ക് പെണ്ണെന്നാൽ വെറും ശരീരം മാത്രമായിരുന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ? തോറ്റു കൊടുക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. സീത
പുരുഷന്റെ സംരക്ഷണത്തെ വലിച്ചെറിഞ്ഞ് ഒറ്റയ്ക്ക് പൊരുതി ജയിച്ച പെണ്ണാണ്. നിശബ്ദരാക്കപ്പെട്ട പെൺഭ്രൂണങ്ങൾ ഒച്ച വയ്ക്കുന്ന കാലം. ഞങ്ങളുടെ വായ്പൊത്തിയ കരങ്ങൾക്കെതിരെ, ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട ഇടങ്ങൾക്കെതിരെ ഒറ്റയ്ക്ക് ഈ മണ്ണിലൂടെ തല ഉയർത്തി തന്നെ നടക്കും. അത് പെണ്ണിന്റെ അവകാശമാണ്. காலத்தை முன்தோன்றிய மூத்தக்குடியானே யானே எந்தோன்றா காலத்தை எண்ணிக்கை பார்க்கக்கூடியானே யானே ஆதித்தி சுடர் வெள்ளம் அணையாமல் காத்த குடி தீமென்று தீத்தின்று தீக்காடாய் வாழும் குடி வா இரு தோள் எடுத்து வா குருவாள் எடுத்து வா ஒரு சூடுரைத்து வா வா வா